അൽഹംദുലില്ലാ, ഫൈനലി അങ്ങനെ ഇതാ കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ല ഒരാള്? നമ്മൾ അത്രയും സൂക്ഷ്മതയോട് കൂടിയിട്ട് ഓരോ വള്ളിൻ്റെ അടുത്തൊക്കെ നമ്മൾ പോയിട്ട് നോക്കിയിരുന്നു കായ പിടിച്ചിക്കണോ. മാഷാ അല്ലാ, ഇപ്പം കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. എവിടെ ഇപ്പം ഞാൻ കണ്ടത്? യെസ്, ഇതാ വന്നിരിക്കുന്നു. ഒന്നിവിടെ കണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ ഫെബ്രുവരി 1-2 തീയതികളിലാണ് നമ്മൾ ട്രേക്കകത്ത് വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ വിത്ത് മുളച്ച് വന്ന് കഴിഞ്ഞ ഫെബ്രുവരി 15-ാം തീയതിയാണ് നമ്മൾ ഈ കാണുന്ന സ്ഥലങ്ങളിലേക്ക്, കുറച്ച് ഏരിയകളിലേക്ക് കേട്ടോ, അവിടെയൊക്കെ പിന്നെ പുതിയത് 17-ാം തീയതി 18-ാം തീയതിയൊക്കെയാണ് വിത്തിട്ടത്. ഇവിടെ ഈ കാണുന്ന ഈ വള്ളി വീശിയിട്ടുള്ള ഇങ്ങോട്ട് നമ്മൾ വെച്ചത്. ഇന്ന് മാർച്ച് 5-ാം തീയതി, ഒരു 33 ദിവസം കൊണ്ട് കായ പിടിച്ചിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഇതിനി എന്നൊക്കെയാണ് ആവുകയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ 27 ദിവസമാണെന്നുണ്ടെങ്കിൽ ഇന്ന് 5-ാം തീയതി അല്ലേ, അപ്പോൾ ഏപ്രിൽ ഒരു ഫസ്റ്റ് വീക്ക് 2nd വീക്കൊക്കെ ആയിട്ട് നമ്മുടെ തണ്ണിമത്തൻ കൃഷിയിടത്തു നിന്നുള്ള ഹാർവെസ്റ്റിങ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതുവരെ ഓക്കെയാണ്. ഇനി മഴ വരികയോ കീടങ്ങളുടെ അറ്റാക്കോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു തൈയിൽ കണ്ടപ്പോൾ തന്നെ അൽഹംദുലില്ലാ മനസ്സിന് നല്ലൊരു സന്തോഷം സമാധാനമുണ്ട്. അപ്പോൾ ബാക്കി പ്ലാന്റുകളിലൊക്കെ വരുന്നുണ്ടായിരിക്കും. ഉപ്പ അവിടെ എത്തിയിട്ടുണ്ട്. ഉപ്പാനെ വിളിച്ചിട്ട് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം. അടുത്ത ട്രെയിൻ ഇതായിരുന്നു. ഉണ്ടായിക്കണേ വരി. ഇവിടെ ഈ വള്ളിമേല് ഉപ്പാക്ക് പെട്ടെന്ന് കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. എവിടെ അയിമലുണ്ട്? ഇവിടെ ഇതാ വരുന്നത് പായി തുടങ്ങിയിട്ടുണ്ട്. ഉപ്പ രാവിലെ തന്നെ ഉണ്ണിയാക്കാൻ്റെ വീട്ടിൽ പോയിട്ട് ഉണ്ണിയാക്കാനെ പണിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഉപ്പതാ വള്ളിയൊക്കെ ജസ്റ്റ് ഏരിയൻ്റെ മുകൾക്ക് തന്നെ തിരിച്ച് എടുത്തു വെക്കുകയാണോ അതോ കായ പിടിച്ചിക്കണോ എന്നുള്ളത് തപ്പാണോ എന്നറിയില്ല. എങ്ങനെയാലും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഉണ്ണിയാക്കതോടെ ഇത് ജസ്റ്റ് ചെത്തിക്കോരുകയാണ്. ഇങ്ങനെ ഉടക്കിയിട്ടാൻ പോയിട്ടാ, അപ്പോൾ മുന്നാണ്ട് ഉണങ്ങിപ്പോയിക്കോളും. ഇതിമേലുണ്ടല്ലേ ഉപ്പ നടന്നിട്ട് ആൺപൂ ഉണ്ടോയെന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുക. അല്ല അപ്പോൾ ചെത്തണ്ടെന്ന് പറഞ്ഞു മൂപ്പര് വന്നില്ല. അപ്പോൾ ഒരു ദിവസം പണി ആവണ രീതിയിലേ കുറച്ച് നേരം ഒന്ന് ചെത്തിയിട്ട് പോയിക്കോളൂ. വൈകുന്നേരം വെയിലാവുമ്പോൾ കയറിയിട്ടേ വൈകുന്നേരം ഇറങ്ങിയാൽ മതി. പിന്നെ മഴ നമുക്ക് എന്ത് ചെയ്യാൻ വരിക? മരുന്നടിക്കാം. പുഴി വരികയാണെങ്കിലാ നല്ല മറ്റേ പുല്ലുള്ള മരുന്നടിച്ച് കഴിഞ്ഞത് ഇതാവൂലേ? ഈ വള്ളിമ കൊണ്ടു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? വള്ളിമ കാണിട്ട് അതിപ്പോ ഇവിടെ ഇരിക്കണ് ഇത് ഞാൻ പറഞ്ഞത് ഇതല്ല ചെറിയ മഴ പിടിച്ചെടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു പോയാൽ മതി. റിസ്ക് ആണ് ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടാൽ. ഇനിയിപ്പോ ഇതൊന്നും ഇപ്പൊ 2 ദിവസം 3 ദിവസം പണിയൊക്കെ കഴിച്ചില്ല. അതിൽ ഒരു ദിവസം വേണ്ടത് ഇത് മതി. ഇത്ര ഓവറായിട്ട് നിൽക്കണ ചെത്തിയാൽ മതി. വെയിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളും കൂടി കുറച്ച് നേരം ഒന്ന് നിന്നിട്ട് ചെയ്തുകൊണ്ട് ഈ സമയമായപ്പോഴേക്കും ഈ കാണുന്ന 2 ഏരിയ ഉണ്ടല്ലോ ഈ സ്ഥലം, ഇവിടുത്തെ കളകളൊക്കെ തീർക്കാൻ പറ്റുന്നുണ്ട്. ഉണ്ണിയാക്ക അവിടെ നിൽക്കുന്നുണ്ട്. ഇനി ഈ കാണുന്ന സ്ഥലങ്ങളിലാണ്. ഇവിടുന്ന് സെൻട്രലധികം കള നീക്കാനില്ല. ഒരാളെ കൂലി കൊടുത്തിട്ട് ഈ കാണുന്ന കുറച്ച് ഏരിയയിലാണ് കൂടുതൽ കള ഉള്ളത്. ആ കള നീക്കം ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് കൂടുതൽ എക്സ്പെൻസിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം ഇപ്പോൾ കായ വന്നതല്ലേ, അപ്പോൾ ആ കിട്ടുന്ന കായ മാക്സിമം നല്ല രീതിയിൽ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു റിസ്ക് എടുത്തിട്ട് ഇനി നമ്മൾ ആ പൈസയും കൂടി ലാഭം നോക്കണില്ല. ഒരാളെ കൂലി കൊടുത്തിട്ട് കുറച്ച് കള പറ്റുന്നിടത്തോളം ഒഴിവാക്കുക. ബാക്കി കാഴ്ചകൾ നാളെ.